Hello, how are you today? നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ മാർക്കറ്റിങ്ങും നമ്മുടെ ആധുനിക ഡിജിറ്റൽ മാർക്കറ്റിംഗും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമായിരുന്നു. പക്ഷേ ഇന്നത്തെ ചോദ്യം അതല്ല. ഇന്നത്തെ ചോദ്യം SMS മാർക്കറ്റിംഗ് എന്നുള്ളത് മരിച്ചു. നമ്മൾ എല്ലാവരും ഒരു കോമൺ അവെയർ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SMS മാർക്കറ്റിംഗ് എന്നുള്ളത് ഇപ്പോൾ എഫക്റ്റീവ് അല്ല, മരിച്ചു കഴിഞ്ഞു, അതിനി യാതൊരു ചാൻസും ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ സ്പാമിങ്, ഒരു ലക്കും ലക്കാനും ഇല്ലാണ്ടുള്ള ഒരു ടാർഗറ്റഡ് ഓറിയൻറ്റഡ് അല്ലാത്തുള്ള മെസ്സേജ് സ്പെൻഡിങ്, അത് അൾട്ടിമേറ്റ്ലി എങ്ങോട്ടാണ് ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആളുകൾ തുറക്കില്ല അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇതൊരു മിസ്കൺസെപ്റ്റാണ്. പക്ഷെ യാഥാർത്ഥ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ 90% SMS തുറക്കുന്നുണ്ട്. OTP ഇപ്പോഴും SMS-ലാണ് റെലവൻറ്റ്. OTP മാത്രമല്ല, മറ്റുള്ള SMS-കൾ ആൾ തുറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. SMS മാർക്കറ്റിങ്ങിൻ്റെ ഒരു മേന്മയും SMS മാർക്കറ്റിങ്ങിൻ്റെ മേന്മയും അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രായോഗിക പ്രസക്തി എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് പലർക്കും അവർ തോന്നുന്ന കാര്യമാണ്. SMS മാർക്കറ്റിംഗ് ഇനി പ്രവർത്തിക്കില്ല. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇത് തന്നെ സിമ്പിളാണ്. നമുക്ക് ഒരുപാട് സ്പാം മെസ്സേജുകൾ വരുന്നു, അനാവശ്യമായിട്ടുള്ള ഓഫറുകൾ വരുന്നു, അറിയാതെ വന്നിട്ടുള്ള ഒരുപാട് പ്രൊമോഷണൽ മെസ്സേജുകൾ വരുന്നു. SMS മാർക്കറ്റിംഗ് ഒരിക്കലും മരിച്ചിട്ടില്ല. മോശം രീതിയിലുള്ള SMS മാർക്കറ്റിംഗ് മാത്രമാണ് മരിച്ചത്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഇന്നും ബിസിനസ്സുകൾക്ക് ഏറ്റവും ശക്തമായ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചാനലിൽ ഒന്നാണ് SMS. മുമ്പ് SMS മാർക്കറ്റിംഗ് എന്നുള്ളത് ഒരു ബൾക്ക് സെൻഡിങ് സിസ്റ്റം ആയിരുന്നു. സോഫ്റ്റ്വെയറുകളൊക്കെ വെച്ചിട്ട് ഒരുപാട് ഡാറ്റയൊക്കെ എടുത്തിട്ട് ബൾക്ക് സെൻഡിങ് സിസ്റ്റം എടുക്കും. ഡാറ്റ എന്ന് ഉദ്ദേശിച്ചത് ഡാറ്റാബേസ് നിങ്ങൾക്ക് വാങ്ങുക കിട്ടും. ഇപ്പം നമ്മൾ ഫേസ്ബുക്കിലും മറ്റേ ലിങ്ക്ഡിനാണെങ്കിൽ അല്ലെങ്കിൽ ട്വിറ്ററിലാണെങ്കിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരും. നമുക്ക് അഡ്വർടൈസ്മെൻറ്റിന് തന്നെ വരും. വി ആർ സെല്ലിങ് 50 crore ഡാറ്റാബേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡാറ്റാബേസ് വരും. പക്ഷേ ആ ഡാറ്റാബേസ് കൊണ്ട് നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് തുടങ്ങുകയാണെങ്കിൽ അതൊരു പുതിയ തേങ്ങയായിരിക്കും. കാരണം നിങ്ങൾ ഒരുപാട് പേർക്ക് മെസ്സേജ് അയക്കണം. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷണൽ മെസ്സേജ് കാശ്മീരിലുള്ള ആൾക്ക് കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. അതാണ് ടാർഗറ്റഡ് ഓറിയൻറ്റഡ് അല്ലാത്തത്. പക്ഷെ ആധുനിക യുഗത്തിൽ SMS മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പെർമിഷൻ ബേസ്ഡ് ആണ്, പേഴ്സണലൈസ്ഡ് ആണ്, ഷോർട്ട്, ക്ലിയർ ആൻഡ് സ്വീറ്റ് ആയിരിക്കണം. മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുമായിട്ട് അത് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമാണ് ഇന്നത്തെ SMS മാർക്കറ്റിംഗ് കൊണ്ട് നമുക്ക് ഉപയോഗമുള്ളൂ. അതായത് SMS എന്നുള്ളത് ഇന്ന് ഒരു മാസ് അഡ്വർടൈസിങ് ടൂളല്ല, ഒരു ടാർഗറ്റഡ് ഓറിയൻറ്റഡ് കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. ഇനി ചോദ്യം, എന്തുകൊണ്ട് ഇന്നും SMS മാർക്കറ്റിംഗ് പ്രവർത്തിക്കുന്നു? ഇന്നും എന്തുകൊണ്ടാണ് SMS മാർക്കറ്റിംഗ് ആളുകൾ ചൂസ് ചെയ്യുന്നത്? ഒന്നാമത്, SMS-ന് വളരെയേറെ ഓപ്പൺ റേറ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇമെയിലായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇമെയിലുള്ള ആളുകൾ തുറക്കുന്ന ഒരു 20% അല്ലെങ്കിൽ 25%-നുള്ളിലാണ്. ഒരു സർവേ പ്രകാരം നിങ്ങളുടെ SMS തുറക്കാറുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഒരു മാർക്കറ്റിംഗ് ഏജൻസി കണ്ടെത്തി 90% SMS-കൾ വരെ തുറക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കണ്ടന്റിൻ്റെ ഒരു 70% റീഡ് ചെയ്യാൻ പറ്റും. അത് ഇൻസ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ ആളുകൾ പൂർണ്ണമായിട്ട് എടുത്ത് വായിക്കുള്ളൂ. അതിനാൽ തന്നെ എമർജൻസി പ്രിയോറിറ്റി ഉള്ള ഉടനെ എത്തിക്കേണ്ട മെസ്സേജുകൾക്ക് SMS ആണ് ഏറ്റവും മികച്ച മാർഗം. രണ്ടാമത്, SMS വഴി നിങ്ങൾക്ക് കസ്റ്റമറുമായി ഒരു ഡയറക്റ്റ് കണക്ഷൻ സ്ഥാപിക്കാൻ പറ്റും. ഇപ്പോൾ മറ്റ് ആധുനികമായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് ഫേസ്ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ്റെയോ അതും അല്ലെങ്കിൽ യൂട്യൂബ് മാർക്കറ്റിങ്ങിൻ്റെയോ അൽഗോരിതത്തിൻ്റെ ഒരു സഹായവും വേണ്ട. അതുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആഡ് ബിഡിങ്ങിനെ ഓപ്ഷൻ ചെയ്തിട്ടില്ല ആഡ് ഡിസ്പ്ലേ ആവുന്നത്. എന്തായാലും ഒരു ടാർഗറ്റ് നമ്മൾ വെച്ചു, ആ ടാർഗറ്റിലേക്ക് ആ മെസ്സേജ് പൂർണ്ണമായിട്ടും പോകും. പ്ലാറ്റ്ഫോം റെസ്ട്രിക്ഷൻസും ഇല്ല. പിന്നെ
മൂന്നാമത് എന്താന്ന് പറഞ്ഞാൽ ലോക്കൽ ആൻഡ് സർവീസ് ബേസ്ഡ് ബിസിനസ്സുകൾ ഉണ്ടല്ലോ. ലോക്കൽ ബിസിനസ്സുകളും സർവീസ് ബേസ്ഡ് ബിസിനസ്സുകളും അതിന് SMS ഇപ്പോഴും ഫലപ്രദമാണ്. അതുപോലെ വേറെ ഉപകാരം ചെയ്യുന്നൊന്നില്ല. ഉദാഹരണത്തിന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ക്ലിനിക്സ്, ഹോസ്പിറ്റൽ, ജിം, സലൂൺ, റീറ്റെയിൽ ഷോപ്പ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ഇവയെല്ലാം തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് കസ്റ്റമർ വാങ്ങി പർച്ചേസ് ചെയ്തിട്ട് രണ്ടാം വട്ടം മൂന്നാം വട്ടം വന്നാലും മാത്രമേ അവർക്ക് ബിസിനസ് ഇതാകാൻ പറ്റുള്ളൂ. അവരുമായിട്ട് ബന്ധം നിലനിർത്താൻ SMS മാർക്കറ്റിംഗ് വളരെയേറെ സഹായിക്കുന്നു. നാലാമത് എന്താന്ന് പറഞ്ഞാൽ ടൈം സെൻസിറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഉദാഹരണങ്ങൾ, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ നടത്തുകയാണെന്ന് വിചാരിക്കുക. ക്ലാസ് റിമൈൻഡേഴ്സ് നിങ്ങൾക്ക് SMS അയക്കാം. അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കസ്റ്റമറുമായിട്ട് അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ഉണ്ട്, ഒരു ക്ലിനിക്കിലാണെന്ന് വയ്ക്കാം, അവർക്ക് നിങ്ങൾക്ക് SMS മാർക്കറ്റിംഗ് അയക്കാം. ലിമിറ്റഡ് പീരീഡ് ഓഫർ, വീക്കെൻഡ് ഓഫർ, ക്രിസ്മസ് ഓഫർ, ബക്രീദ് ഓഫർ, അങ്ങനെ പറയുന്ന മറ്റു ഓഫറുകൾ അത് നമ്മൾക്ക് ഇതിൽ തന്നെ SMS തന്നെ അയക്കാം. ഇവന്റ് ഇൻവിറ്റേഷൻ, നമ്മൾ ഇങ്ങനെ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യാൻ പോവാണ്, അതിന്റെ ഇൻവിറ്റേഷൻ നമുക്ക് SMS അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ട് കിട്ടും. പേയ്മെന്റ് റിമൈൻഡേഴ്സ് എപ്പോഴും നമുക്ക് ഇതാണ്. ഒരു പക്ഷേ നമ്മൾ എപ്പോഴും ഒരു ബിസിനസ്സുകാരൻ ചോദിക്കുന്നത്, ഞാൻ ഒരു പേയ്മെന്റിന് വേണ്ടിയിട്ട് വെറുതെ വിളിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ബയർ ഡിസ്റ്റർബ് ആകുമോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ പേയ്മെന്റ് കിട്ടിയാൽ തന്നെ രണ്ടാമത് അയാൾ പർച്ചേസ് ചെയ്യാണ്ടിരിക്കുമോ എന്നുള്ള ഇതുകൊണ്ട് പേയ്മെന്റ് റിമൈൻഡേഴ്സ് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് ആദ്യത്തെ മെസ്സേജ് ഒരു SMS അയക്കുന്നതുകൊണ്ട് വിരോധമില്ല. പിന്നെ ഇമെയിൽ അയക്കുക, പിന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കുക, എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ വിളിക്കുക, ഇതൊക്കെ സ്വാഭാവികമാണ്. സമയം പ്രധാനമാണെങ്കിൽ SMS മറ്റെല്ലാ ചാനലുകളെയും ഏറ്റവും മികച്ച ഒന്നാണ്. ഇപ്പോൾ പറയാം, അതെ, നമ്മൾ വരുന്ന പോയിന്റ്, എന്നിട്ടും നമ്മൾക്ക് എന്താണ് ഈ റിസൾട്ട് കിട്ടാത്തത്, അല്ലെങ്കിൽ SMS എവിടെയാണ് ഈ പരാജയപ്പെടുന്നത്? ഒന്നാമതും കോൾഡ് ബൾക്ക് മെസ്സേജ്. നേരത്തെ പറഞ്ഞു വെച്ച പോലെ ഒരുപാട് മെസ്സേജ് അങ്ങനെ അടിച്ചു വിടുന്നോണ്ട് കാര്യമില്ല. അറിയാത്ത നമ്പറുകളിലേക്ക് ഡാറ്റാബേസ് വാങ്ങിയിട്ട് മെസ്സേജ് അയച്ചാൽ റെസ്പോൺസ് കുറയും, ബ്രാൻഡ് ഇമേജിങ് തകരും, ലീഗൽ ഇഷ്യൂസ് ഉണ്ടാകും. രണ്ടാമത് റെഗുലർ ആയിട്ടുള്ള പ്രൊമോഷൻ മെസ്സേജ്, സർ ബിഗ് സെയിൽ, സർ ബൈ നൗ, ലിമിറ്റഡ് പീരീഡ് ഓഫർ, ഇങ്ങനെയുള്ളൊരു മെസ്സേജ് കൊണ്ട് മാത്രം റിസൾട്ട് കിട്ടില്ല. എന്ത് മെസ്സേജ് അയക്കുന്നു എന്ന് മാത്രമല്ല, എങ്ങനെ മെസ്സേജ് അയക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത് ഓവർ മെസ്സേജിങ്. തുടരെ മെസ്സേജ് വന്നുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെന്നെ റീസൺ ആണെങ്കിലും അത് ഡിസ്റ്റർബ്ഡ് ആക്കും. നിങ്ങൾ എത്ര തന്നെ നല്ല സ്പെഷ്യൽ ഓഫർ ആണെങ്കിലും അത് ഡിസ്റ്റർബ്ഡ് ആക്കും. അവർ നിന്ന് അൾട്ടിമേറ്റ്ലി നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. ശരിയായ രീതിയിൽ എങ്ങനെ SMS മാർക്കറ്റിംഗ് ഉപയോഗിക്കാം, ഇതാണ് ഇന്നത്തെ പ്രധാന ചോദ്യം. അപ്പം നമ്മൾക്ക് ഓരോന്നായിട്ട് കിടക്കാം. ഒന്നാമത് പെർമിഷൻ ബേസ്ഡ് ലിസ്റ്റ് ബിൽഡ് ചെയ്യുക. നമ്മൾ കസ്റ്റമറുണ്ടെന്ന് ചെക്കൗട്ടിനുള്ള സമയത്ത്, അതായത് ഹോട്ടലിൻ്റെ ചെക്കൗട്ടിൻ്റെ സമയത്ത് അതിൽ നമ്മൾ ഓൾറെഡി തന്നെ കസ്റ്റമറിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കസ്റ്റമറോട് ചോദിക്കുക, സർ ഞങ്ങൾ ഇതേപോലെ ഒരു പ്രൊമോഷൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് SMS അയക്കുന്നതുകൊണ്ട് വിരോധമുണ്ടോ? മിക്കവാറും കസ്റ്റമർ ഇല്ല, വിരോധമില്ല. നമ്മൾ ചോദിച്ചതിന് അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ചോദിച്ചതിന് ഡെഫിനറ്റായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യും. എങ്ങനെയല്ല നമുക്ക് ഈ ഡാറ്റ ഉണ്ടാക്കുക? നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന എൻക്വയറി ഫോം, അല്ലെങ്കിൽ അതുപോലത്തെ ഫോമുകൾ, വാട്സപ്പിൽ വരുന്ന ഓപ്റ്റിൻ വരുന്ന, അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ബില്ലടിക്കുന്ന കൗണ്ടറിൽ നമുക്ക് ചോദിക്കാവുന്നത്, പിന്നെ ഇവൻറ്റിലും സെമിനാറിലും വെച്ച് നമ്മൾ കണ്ട കസ്റ്റമർ നമ്പർ എടുക്കാം. പിന്നെ രണ്ടാമത് മെസ്സേജ് ഷോർട്ട് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഉദാഹരണം, ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഒരു കമ്പനി, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണെന്ന് വിചാരിക്കാം. എൻ്റെ കസ്റ്റമറിൻ്റെ പേര് അരുൺ എന്നാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം, ഹായ് അരുൺ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബാച്ച് സ്റ്റാർട്ട്സ് February 5th, ഏർലി ബേർഡ് സീറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ്. അത് കഴിഞ്ഞിട്ട് കോൾ എന്ന നമ്പർ, ദാറ്റ്സ് ഇറ്റ്, IBM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. ലളിതം, വ്യക്തം, ഉപകാരപ്രദം.
മൂന്നാമത് പേഴ്സണലൈസേഷൻ ഉപയോഗിക്കുക. ഇവിടെയാണ് നമ്മൾ എല്ലാവരും ലാക്ക് ചെയ്യുന്നത്. പേര് ചേർക്കണം, കസ്റ്റമറിന്റെ പേര് ചേർക്കണം. കോഴ്സ് ഇൻട്രസ്റ്റ് ചേർക്കുക, ഏത് കോഴ്സിനാണ് ഇൻട്രസ്റ്റ് ആയിരിക്കുന്നത് ചേർക്കുക. ലൊക്കേഷൻ ചേർക്കണം. നാലാമത് SMS മാത്രമായിട്ട് ഉപയോഗിക്കരുത്. SMS ഒറ്റയ്ക്ക് ഉപയോഗിക്കരുത്. SMS വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡീറ്റെയിൽസ്, ഗൂഗിൾ ഫോം ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം. ഏതെങ്കിലും ഒന്നും ആയിട്ട് ലിങ്ക് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം. ഇത് കൺവേർഷൻ പ്രോസസ് സ്മൂത്താക്കും. അഞ്ചാമത് ഓഡിയൻസിന് സെഗ്മെന്റേഷൻ ചെയ്യുക. നിങ്ങൾ ആരാണോ ഈ സെൻഡ് ചെയ്യുന്നത് അവരെ സെഗ്മെന്റ് ചെയ്യുക. ഉദാഹരണത്തിന് പുതുതായിട്ട് വന്ന ലീഡിന് അയക്കേണ്ട മെസ്സേജ് അയക്കരുത്, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് അയക്കേണ്ടത്. രണ്ടായിരിക്കണം. ഒരൊറ്റ മെസ്സേജ് എല്ലാവർക്കും ശരിയാവില്ല. വൺ മെസ്സേജ് ഫോർ ആൾ. ന്യൂ കസ്റ്റമർ ആണെങ്കിലും ഇതുവരെ പർച്ചേസ് ചെയ്യാത്ത ആളാണെങ്കിലും അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമർക്കും എല്ലാവർക്കും വേറെ വേറെ ആകണം എന്നുള്ളതാണ്. അവരുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട്, അവരുടെ മാർക്കറ്റ് നീഡ് അനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാന്നുള്ള ഒരു ബാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചോദ്യം. അവസാനമായി പറയും, 2026 SMS മാർക്കറ്റിംഗ് വർക്കാകും, പ്രവർത്തിക്കും. SMS മാർക്കറ്റിങ്ങിലൂടെ റിസൾട്ട് കിട്ടും. പക്ഷെ അതിൻ്റെ റോള് മാറിയിട്ടുണ്ട്. ഇത് ഇനി ഒരു ബ്ലാസ്റ്റിംഗ് ടൂളല്ല, ഇത് ഒരു റിലേഷൻഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. SMS ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷനായി കാണുന്ന ബിസിനസ്സുകാർക്ക് ഫലം കിട്ടും. SMS ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ട് കണക്കാക്കുന്ന ബിസിനസ്സുകാർക്ക് ഫലം കിട്ടും. SMS സ്പാമായി ഉപയോഗിക്കുന്ന ബിസിനസ്സുകാർക്ക് ഒരു ബ്ലോക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അറ്റ് ലാസ്റ്റ് SMS മാർക്കറ്റിംഗ് ഒരിക്കലും മരിച്ചിട്ടില്ല. പക്ഷെ സ്പാം മാർക്കറ്റിംഗ് അത് മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. കസ്റ്റമർ വിജിലൻ്റ് ആയി ഏതാണ് സ്പാം ഏതാണ് വാലിഡ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് SMS മാർക്കറ്റിങ്ങിൻ്റെ ഭാവി. നന്ദി, നല്ല നമസ്കാരം. ഇതേപോലെ ബിസിനസ് വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവോ ബിസിനസ് ഓണറോ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.